ഹലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അട തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് 1 കപ്പ് കോൺഫ്ലവറും 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക. ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 കപ്പ് നമ്മളെടുത്ത അളവിന് തന്നെ 2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കുക. ഇതേ രീതിയിൽ ലൂസായിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശർക്കരയും തേങ്ങ തിരുവിയതിന് ശേഷം ശർക്കരയും ഏലക്കയും കൂടി ഇളക്കി എടുത്തിരിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ മാവ് നമ്മുടെ ഒരു പാന് ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് ചൂടായി വരുന്ന സമയത്ത് എണ്ണയൊക്കെ തൂകിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് ഒഴിച്ച് ചുറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും കൂടി എടുത്തത് നമുക്ക് ഇതിലേക്ക് ഇതേപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ നമുക്ക് ഒന്ന് മടക്കി ഒന്ന് അടച്ചെടുക്കാം. മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ സൈഡുകളെല്ലാം ഒന്ന് പ്രസ് ചെയ്തൊന്ന് കൊടുക്കണം. എന്നാൽ മാത്രമേ ആ സൈഡെല്ലാം ഒന്ന് ഒട്ടിക്കിട്ടും. ഇനി ഇത് നമുക്ക് ഒരു സൈഡ് വന്നതിന് ശേഷം ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ഒന്ന് നല്ലൊരു ഏകദേശം ഒരു നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞ് ബ്രൗൺ ആയി വരുന്ന സമയത്ത് നമുക്ക് ഇത് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ 1 കപ്പ് കോൺഫ്ലവറിനും 1.5 കപ്പ് ഗോതമ്പ് പൊടിക്കും കൂടെ ഒരു ഏകദേശം ഒരു വലിയ 4 അട വരെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ 4 അടയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, താങ്ക് യു.